ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥി സാവരിയ ബസന്ത് കൊല്ലപ്പെട്ടത് ജനോസൈഡ് ജിഹാദിന്റെ ഭാഗമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ. ഹൈന്ദവ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും അനിൽ വിളയിൽ ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്നും അനിൽ വിളയിൽ ആവശ്യപ്പെട്ടു. പ്രതികരണത്തിലേക്ക്. നമ്മളൊക്കെ ഒരു കാലത്ത് ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എതിർത്തവരാണ്. അങ്ങനൊന്നുമില്ല. കേരള സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോരുത്തരും ഇന്ന് സമ്മതിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ലവ് സ്റ്റോറി ഉണ്ട്, അല്ലെ ലവ് ജിഹാദ് ഉണ്ട്, ഇനിയും ഗ്രൂമിംഗ് ജിഹാദുണ്ട്, ജനോസൈഡ് ജിഹാദുണ്ട്, റോമിയോ ജിഹാദുമുണ്ട്. അത് കേരളത്തിൽ സൃഷ്ടിക്കുന്നത് കേരളത്തിലെ ഹിന്ദു കുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും ക്രൈസ്തവ പെൺകുട്ടികളെയും ഉന്മൂലനാശനം ചെയ്യുക, വംശഹത്യ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് സംശയിച്ചാൽ എന്നെ തെറ്റു പറയാൻ സാധിക്കില്ല. വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികളെ വിദ്യാഭ്യാസത്തിനെന്ന് പറഞ്ഞ് എഡ്യൂക്കേഷൻ ലോൺ എടുപ്പിച്ചു കൊണ്ടുപോയതിന് ശേഷം ഇത്തരത്തിൽ ട്രാപ്പിൽ പെടുത്താനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന ധാരാളം ഏജൻസികൾ ഇന്ന് കേരളത്തിൽ കൂണുപോലെ വളർന്നു വരികയാണ്. ഇതിനെപ്പറ്റി കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്.